മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ മൂന്നാമത്തെ ഈ ദിവസത്തിൻ്റെ ചിന്തയ്ക്കായി ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 48-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: അവൻ അവരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ചെറുതിൽ ഒളിഞ്ഞുകിടക്കുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ചാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ചെറുതിലാണ് ആയിരിക്കുന്നത്. നമ്മളൊക്കെ വലിയതിനെ അന്വേഷിക്കുന്നവരാണ്. വലിയ വിജയം, വലിയ സമ്പത്ത്, വലിയ വീട്, വലിയ സ്ഥലം, വലിയ ജോലി, വലിയ കാറ്, വലിയ സൗഭാഗ്യങ്ങൾ, വലുതിനെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ചെറുതിലാണ് ദൈവം ഇരിക്കുന്നത്. ദൈവം മഹത്തായ സ്ഥലങ്ങളിലല്ല, ചെറിയ വീടുകളിലാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ചെറുതിനെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ചെറുതാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എളിമയോടെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒന്നുമില്ല എന്ന് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ചെറിയ അവസ്ഥകളിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ചെറിയ ഭവനമാണോ നിനക്കുള്ളത്? ചെറിയ ജോലിയാണോ നിനക്കുള്ളത്? ചെറുതാണോ നിൻ്റെ ജീവിതം? സന്തോഷിക്കുക, കാരണം ദൈവം നിന്നിലുണ്ട്. ദൈവം നിന്നിലുണ്ടെങ്കിൽ ദൈവം നിന്നിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവം നിൻ്റെ ജീവിതത്തെ ഉയർത്തും. ദൈവമാണ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പരാജയങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ചെറുതിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ചെറുതിൽ ഒളിഞ്ഞു കിടക്കുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ദിവസം ചെറിയ ഒരു നന്മ ആർക്കെങ്കിലും ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ചെറിയ അവസ്ഥകളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സഹായിക്കണമേ ഈശോയെ. ഇവരെ അനുഗ്രഹിക്കണമേ ഈശോയെ. ഇവരുടെ ജീവിതങ്ങളിൽ നിന്ന്, വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. തിന്മ തകരട്ടെ. ദുഷ്ടത നിർവീര്യമാകട്ടെ. ഇവരുടെ ഭവനങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.